ന്യൂസ് ഈവനിംഗിലേക്ക് കടക്കുകയാണ്. മലപ്പുറം കാടാമ്പുഴ പാങ്ങിൽ 1 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ചികിത്സ കിട്ടാതെ കുഞ്ഞ് മരിച്ചു എന്ന പരാതിയിലാണ് കേസ്. മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് ചികിത്സ നൽകിയില്ല എന്നാണ് ആരോപണം. ഹിറ അറീറ നവാസ് ദമ്പതികളുടെ മകൻ SN ആണ് ഇന്നലെ മരിച്ചത്. ഈ കുഞ്ഞ് ജനിച്ചത് വീട്ടിലായിരുന്നുവെന്നും ഒരു കുത്തിവയ്പ് പോലും കുഞ്ഞിനെടുത്തിരുന്നില്ല എന്നും പരാതിയുണ്ട്. ആധുനിക ചികിത്സയ്ക്ക് പകരം അശാസ്ത്രീയ ചികിത്സയെ അക്യൂപങ്ക്ചറിസ്റ്റായ അമ്മ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നതിന് തെളിവായി ഹിറയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇപ്പോൾ ചർച്ചയാവുകയാണ്. കുഞ്ഞിന്റെ മരണത്തിൽ നിലവിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താനും തീരുമാനമായിട്ടുണ്ട്. മലപ്പുറം ചട്ടിപ്പറമ്പിൽ അക്യൂപങ്ക്ചർ ചികിത്സയിലൂടെ വീട്ടിൽ പ്രസവം നടത്തിയ അമ്മ മരണമടഞ്ഞ ഏതാനും മാസത്തിനകമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യരംഗം മികച്ചതാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അപ്പോഴും ചികിത്സയ്ക്ക് വിസമ്മതിക്കുന്നവർ, അശാസ്ത്രീയ ചികിത്സയുടെ അംബാസിഡർമാരാകുന്നവർ നമുക്കിടയിലുണ്ട് എന്നത് ഇനിയും അവഗണിച്ചു പോകാൻ കഴിയുമോ? കൃത്യമായി ചികിത്സ നൽകിയിരുന്നെങ്കിൽ കുഞ്ഞെസന്റെയും അസ്മയുടെയും ഒക്കെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു. സ്വാഗതം പ്രേക്ഷകർക്ക്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമുക്കൊപ്പം അതിഥികളുണ്ടാകും. അതിനു മുൻപായി ഞാൻ ആദ്യം ഞങ്ങളുടെ മലപ്പുറം പ്രതിനിധി സമീർ ബിൻ കരീമിലേക്കാണ് പോകുന്നത്. സമീർ, ഈ സംഭവം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇത് ഈ തരത്തിലേക്ക് പുറത്തേക്ക് വരുന്നത്? ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. നമ്മൾ ആ പരാതിക്കാരന് ഈ പരിപാടിയിൽ അവരുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നമ്മൾ വിശദമായി തന്നെ കേൾക്കും. പക്ഷേ ഈ കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ രോഗം മൂർച്ഛിച്ചിരുന്നു, പക്ഷേ കൃത്യമായി ചികിത്സ നൽകിയിട്ടില്ല എന്നതാണ് ഒരാരോപണം. മറ്റൊന്ന്, ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ ചില നിലപാടുകൾ, ഇതെല്ലാം വിമർശന വിധേയമാകുന്നൊരു സാഹചര്യമാണ്. കുഞ്ഞിന് കൃത്യമായി ചികിത്സ നൽകിയിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണോ? പ്രദേശവാസികൾ പറയുന്നത് എന്താണ്? പൊതുവെ ഈ കുടുംബത്തിൻ്റെ നിലപാടുകൾ ഇത്തരം കാര്യങ്ങളിൽ ചികിത്സ നൽകുന്നതിൽ ഉൾപ്പെടെ എന്താണ് എന്നതാണ് നാട്ടുകാർ പറയുന്നത്, അയൽവാസികൾ പറയുന്നത്. അനുജ, ഇന്നലെ വൈകുന്നേരമാണ് 1 വയസ്സുള്ള ഈ ഹിറ ഹറീറ നവാസ് ദമ്പതികളുടെ മകൻ SN എർഹാൻ എന്ന് പറയുന്ന കുട്ടി മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ കബറടക്കം നടക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പൊന്നാനി സ്വദേശിയായിട്ടുള്ള ഇവരെ അറിയുന്ന ഒരാൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഒരു പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്രകാരമായിരുന്നു: ഇന്നലെ മരിച്ചിരിക്കുന്ന 1 വയസ്സുകാരൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. പല ഘട്ടങ്ങളിലായി ഇവർ ഈ കുട്ടിക്ക് ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം വിഷയത്തിൽ നടത്തണമെന്നുള്ളതായിരുന്നു ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ജില്ലാ മെഡിക്കൽ ഓഫീസർ നടപടിയിലേക്ക് കടക്കുന്നു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തി അന്വേഷണം ആരംഭിക്കാനുണ്ടായത്. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ കുഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കുഞ്ഞിന് ഈ മഞ്ഞപ്പിത്ത രോഗം ബാധിച്ചിരുന്നു. പിന്നാലെ അത് മാറുകയും ചെയ്തു എന്നാണ് കുടുംബം വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ ഇന്നലെ ഈ മുലപ്പാൽ നൽകുന്ന സമയത്താണ് കുഞ്ഞ് മരിച്ചത് എന്നാണ് ഈ കുടുംബം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോടും പോലീസിനോടും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് പിന്നാലെ ഈ കുടുംബത്തിന്റെ ഈ മാതാവ് നടത്തിയ സമൂഹ മാധ്യമ ഇടപെടലൊക്കെ തന്നെ പിന്നീട് ചർച്ചയാകാനുണ്ടായത്. അതിൽ പറയുന്ന ഒരു കാര്യം എന്നുള്ളത്, ഈ ആധുനിക മെഡിസിൻ ഒരു തരത്തിലും ആവശ്യമില്ല, കുഞ്ഞുങ്ങൾക്ക് ചികിത്സ നൽകേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ കുഞ്ഞിന്റെ മാതാവ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കാര്യമൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുഞ്ഞിന് കാര്യമായ ചികിത്സ നൽകിയിട്ടില്ല എന്നുള്ള പരാതികൾ പല കോണുകളിൽ നിന്നും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ കുഞ്ഞിനെ പ്രസവിച്ചത് വീട്ടിൽ വെച്ചാണ്. മറ്റുള്ള ഈ കുത്തിവയ്പ്പൊന്നും തന്നെ കുഞ്ഞിന് എടുക്കാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ വളരെ കാലഘട്ടം മുതൽ തന്നെ കുഞ്ഞിന് കാര്യമായ ചികിത്സ ലഭിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെ ഈ കാടാമ്പുഴ പോലീസ് ഈ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കാനുണ്ടായത്. ഇന്ന് തന്നെ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തും. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ കബറടക്കിയ കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിലവിൽ പോലീസിൻ്റെ തീരുമാനം. പ്രാഥമികമായി പോലീസ് ഈ കുഞ്ഞിൻ്റെ അമ്മയുടെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒരു വ്യക്തതക്കുറവുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ കൂടുതൽ നടപടിയിലേക്കും പോലീസ് കടക്കും. അനുജ, സമീർ, ഇതിലിപ്പോൾ ഈ അയൽപക്കക്കാർ, ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവർ ഈ ഇത്തരത്തിലേക്ക് ആധുനിക ചികിത്സയെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണോ പിന്തുടർന്ന് വന്നിരുന്നത്? കുഞ്ഞുങ്ങൾക്ക് ചികിത്സ നൽകാതിരിക്കുക, മറ്റൊരു കുഞ്ഞു കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ?
കുഞ്ഞിന് ചികിത്സ നൽകാതിരിക്കുക, അതുപോലെ വീട്ടിൽ പ്രസവം, അതിനെ അനുകൂലിച്ച ആ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ നമ്മളും കണ്ടു കഴിഞ്ഞതാണ്. മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു എന്നുള്ളത് ആരോഗ്യവകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പിനോട് മൊഴി എടുക്കുന്ന സമയത്തൊക്കെ ഇവർ പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. അതിൽ വസ്തുത എന്താണ്? ഇവർ പലരും പല കാര്യങ്ങൾ പറയുന്നതായി, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ചിലർ പറയുന്നതായി ഒക്കെ വാർത്തയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വീട്ടുകാർ ഒറ്റ സ്വരത്തിൽ കാര്യങ്ങൾ പറയാത്തത്? എന്തുകൊണ്ടാകാം? നമുക്ക് ഏതെങ്കിലും പ്രദേശവാസികളുടെ പ്രതികരണം കിട്ടിയോ? അനുജ, പ്രദേശവാസികളുടെ പ്രതികരണം നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. ഈ യുവതിയുടെ വീട് പാങ്ങിലും യുവാവിൻ്റെ വീട് ഈ കടാമ്പുഴ സ്റ്റേഷൻ പരിസരത്തുമാണ്. എന്നാൽ ഇവർ വാടകയ്ക്ക് താമസിക്കുകയാണ് കോട്ടക്കൽ. ഏറെ നാളെ ഇവർ വാടകയ്ക്കാണ് കോട്ടക്കലിൽ താമസിക്കുക. അതുകൊണ്ട് തന്നെ അയൽവാസികളുമൊക്കെ തന്നെ ആയിട്ട് വലിയ ബന്ധം ഇവർക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഈ മരണശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് പിതാവിൻ്റെ നാട്ടിൽ ഈ കബറടക്കം നടത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന കാര്യം. ഈ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ച ഉടനെ തന്നെ കോട്ടക്കലുള്ള ഒരു ആശുപത്രിയിൽ നിന്നും ഡോക്ടറെ എത്തിച്ച് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടർ തന്നെയാണ് ഈ മരണവിവരം കൺഫേം ചെയ്യുന്നത്. പിന്നീട് ഡോക്ടർ ഇവരെ വളരെ കൃത്യമായി ആശുപത്രിയിൽ പോകണമെന്നും കാഷ്വാലിറ്റിയിൽ പോകണമെന്നുള്ള നിർദ്ദേശമൊക്കെ തന്നെ ഡോക്ടർ ഈ കുടുംബത്തിൽ നൽകിയിരുന്നെങ്കിലും അവർ ഒരു തരത്തിലും പോവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ തുടക്കം മുതൽ തന്നെ ഈ കുഞ്ഞിനെ ഇതുമായി ബന്ധപ്പെട്ട് ആധുനിക ചികിത്സാ രീതിയെ ഇവർ എതിർത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുഞ്ഞിൻ്റെ മാതാവ് ഹിറ ഹറീറയുടെ ഈ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ എല്ലായ്പ്പോഴും വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ ആധുനിക ചികിത്സാ രീതിയൊക്കെ തന്നെ തള്ളി പറയുകയും ഈ അക്യുപഞ്ചർ അടക്കമുള്ള ചികിത്സാ രീതികളെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ തന്നെ നമുക്ക് ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കാണാനും കഴിയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കുഞ്ഞിൻ്റെ മരണത്തിന് പിന്നാലെ ഇത്തരം ഒരു സംശയം ഉടലെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കുഞ്ഞിനെ പ്രസവിച്ചതും വീട്ടിൽ തന്നെയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കുടുംബവുമായൊക്കെ തന്നെ ബന്ധമുള്ള അറിയാവുന്ന ഒരു പൊന്നാനി സ്വദേശിയാണ് മരണത്തിന് പിന്നാലെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് മലപ്പുറം ചട്ടിപ്പറമ്പിലും സമാനമായ സംഭവം ഉണ്ടാവുകയും ഒരു ജീവൻ നഷ്ടമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. അപ്പോഴൊക്കെ തന്നെ വളരെ വിശദമായി വീട്ടിലെ പ്രസവവും ഇതുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ ചികിത്സയും ഒക്കെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ വിരൽ ചൂടുന്ന ഒരു സംഭവം വീണ്ടും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞിന് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? അത് മൂർച്ഛിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ വസ്തുത അത് ആ തരത്തിലേക്ക് തന്നെയല്ലേ? എനിക്ക് തോന്നുന്നു ഇന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ആ സ്ഥലത്തേക്ക് എത്തുകയും ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അനുജ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഹിറ ഹറീറയുടെ വീട്ടിലെത്തി ഇവരോട് വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മഞ്ഞപ്പിത്തം നേരത്തെ വന്ന് അത് പൂർണ്ണമായും മാറിയിട്ടുണ്ട്, പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഈ കുഞ്ഞ് മരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ മഞ്ഞപ്പിത്തം പൂർണ്ണമായും മാറിയോ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. കാരണം ഈ ആധുനിക പരിശോധന ഇല്ലാതെ എങ്ങനെയാണ് ഈ മഞ്ഞപ്പിത്തം പൂർണ്ണമായും ഭേദമായി എന്ന് ഇവർ സ്ഥിരീകരിച്ചത്? അതുകൊണ്ട് തന്നെ രോഗം പൂർണ്ണമായും മാറിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാരണമാണോ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ മഞ്ഞപ്പിത്തം വന്ന സമയത്തും ഇവർ ഈ കുഞ്ഞിനെ ചികിത്സ തേടിയിരുന്നോ എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നിലവിൽ പ്രാഥമികമായ അന്വേഷണ മൊഴിയെടുപ്പുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അനുജ. സമീർ, ഇതിലിപ്പോൾ അടുത്ത നടപടി, അതായത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ഉണ്ട്, കൂടാതെ പോലീസ് കേസെടുത്തിട്ടുണ്ട്, അതിൽ പിതാവിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവർ പറയുന്നത് എന്താണ്? ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ടല്ലോ, മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അനുജ, പോലീസ് പിതാവ് നവാസിൻ്റെയും അതോടൊപ്പം തന്നെ മാതാവിൻ്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ അസ്വാഭാവികമായിട്ടൊന്നും തന്നെ പോലീസിനോട് പറഞ്ഞിട്ടില്ല. കുഞ്ഞിന് ഈ മുലപ്പാൽ നൽകുന്ന സമയത്ത് ഈ അപസ്മാരം വന്ന് അങ്ങനെ കുഴഞ്ഞ് മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഈ മാതാപിതാക്കൾ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ പോലീസിന് ശാസ്ത്രീയമായ അന്വേഷണവും തെളിവും ആവശ്യമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇന്ന് തന്നെ ഈ കുഞ്ഞിൻ്റെ കബറിടം തുറന്നുകൊണ്ട് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു
സ്വീകരിച്ചിരിക്കുന്നത്. അതിന് RDO ഉൾപ്പെടെയുള്ളവരുടെ അനുമതി ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് പോലീസ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ തുടർ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഉടൻ തന്നെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ മരണകാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസിന് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് ഈ യുവതിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തുകയും അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഈ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വിശദമായ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും നൽകും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള നടപടികളും അന്വേഷണവുമാണ് നടക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി രണ്ട് അന്വേഷണത്തിലും ഒരു കൃത്യമായ ഒരു ചിത്രം വ്യക്തമാകും എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അനുജ, ശരി. അതാണ് ഇപ്പോൾ ഈ വിഷയത്തിലുള്ള ഏറ്റവും പുതിയ വിവരം. ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്, ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ ഇതിൽ ഈ വീട്ടുകാർ സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടുകൾ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർ കൈക്കൊണ്ടു പോകുന്ന നിലപാടുകൾ, അതെല്ലാം ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്, പ്രധാനവുമാണ് എന്നതാണ്. പരാതി നൽകിയിട്ടുള്ള ശ്രീ ഹംസത്ത് ഇപ്പോൾ നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹംസത്ത്, താങ്കളുടെ പരാതിയുടെ പകർപ്പ് അത് എൻ്റെ കയ്യിലുണ്ട്. താങ്കളത് ചുരുങ്ങിയ വാചകങ്ങളുള്ള പരാതിയാണ്. വാക്സിനേഷൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു സോഴ്സസ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ദ ബേബി വാസ് ബോൺ അറ്റ് ഹോം ആൻഡ് ഹാഡിൻ റിസീവ്ഡ് എനി വാക്സിനേഷൻ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ഒരു തറോ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ കുട്ടിയുടെ മാതാപിതാക്കൾ ആര് എന്നതൊക്കെ താങ്കൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ആദ്യം എനിക്കറിയാനുള്ളത്, താങ്കൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ പരാതിക്കാരനായി ഇവിടെ എത്തുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ ഇവരെ അറിയാവുന്നതാണോ? നേരത്തെ അറിയാവുന്ന ആളുകളാണോ ഇവരെ? ഞാൻ പറയാം. ഇതിലൊരു ബേസിക്കലി ഒരു ചെറിയ ഇറർ റിപ്പോർട്ടർ പറഞ്ഞതിലുണ്ട്. ഞാൻ സത്യത്തില് ഹെൽത്ത് അതോറിറ്റീസിനല്ല പരാതി കൊടുത്തത്. ഞാൻ കൊടുത്ത പരാതി പിന്നെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനാണ് കൊടുത്ത പരാതി. ആ പരാതി ഇവർ ഫോർവേഡ് ചെയ്യും. ഞാൻ ഹെൽത്ത് അതോറിറ്റീസിനെ അവെയർ ചെയ്യുകയാണ് ചെയ്തത്, ബൈ ഫോൺ അവർ അവെയർ ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ഈ വിഷയത്തിൽ ഇൻവോൾവ് ചെയ്യാൻ കാരണം ഞാനൊരു സീനിയർ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഹെൽത്ത് കൺസേൺസ് ഉണ്ടാവില്ല, ആന്റി സോഷ്യൽ ഹെൽത്ത് കൺസേൺസ് എനിക്ക് പൊതുവെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനത് ക്യാൻസർ പേഷ്യന്റും കൂടി അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അവയർനെസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ കുറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ലേഡിയും അവരുടെ ഒരു ടീമുണ്ട്, ഈ തിരൂര് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷുഹൈബ് റിയാലു, അയാളുമായി ബന്ധപ്പെട്ട കുറെ ആളുകൾ, ഇവരൊക്കെ എപ്പോഴും എന്നോട് ഒഫൻസീവായിട്ട് എന്നോട് പെരുമാറാറുണ്ട്. പെരുമാറുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള കമന്റ് അല്ലെങ്കിൽ മറുപടി, കമന്റ് വൈസ് വളരെ ഒഫൻസീവായിട്ടും ആളുകളെ മിസ്ഗൈഡ് ചെയ്യുന്ന രീതിയിലും അവർ ഇടപെടാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഞാൻ ഇവരുടെ ഓരോ കാര്യങ്ങളും ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ DHSനും കളക്ടർക്കും PMO ഓഫീസിൽ വരെ ഞാൻ ഇവർക്കെതിരെ പരാതി കൊടുത്തു. പലപ്പോഴായിട്ട് പല ഇൻസിഡൻസിലും പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ. അതായത് ഈ ആളുകൾക്കെതിരെ തന്നെ താങ്കൾ ഇതിനു മുൻപ് പരാതിപ്പെട്ടിട്ടുണ്ട്? എസ്പെഷ്യലി ഹിറ അരികളക്കെതിരായിട്ട് തന്നെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് ഏത് വിഷയത്തിലാണ്? ഇവരുടെ ഈ സോഷ്യൽ മീഡിയ ആക്ടിവിസം നമ്മളെ കേരളത്തിന്റെ ഹെൽത്ത് ഒരു ഗൈഡ് ലൈൻ ഉണ്ടല്ലോ, അതിനെ ഗൈഡ് ലൈനിനെ തകർക്കുന്നതും ടോട്ടലി ജനങ്ങളെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നതുമാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവരെ ലിമിറ്റ് ചെയ്യണം, ഇവരുടെ പേരിൽ ആവശ്യമായ നടപടി കൈക്കൊള്ളണം, ഇവരെ നിലക്ക് നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പലപ്പോഴും പല പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിലൊന്നും ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഡെത്ത് ഒരു ഇൻസിഡൻസ് സംഭവിക്കും. പരാതി കൊടുത്തു എന്ന് പറയുന്നത് ആർക്കാണ് പരാതി കൊടുത്തത്? ഞാൻ ഡിസ്ട്രിക്ട് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, DMO കൊടുത്തിട്ടുണ്ട്, പിന്നെ DHSന് കൊടുത്തിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും പല രീതിയിലും ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി. അതായത് ഇവർ ഈ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ, പ്രത്യേകിച്ച് ഈ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ടൊക്കെ അവർ വളരെ ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അത് നമ്മളുടെ ഈ സംവിധാനത്തിനൊക്കെ ഭീഷണിയാണ്, അത് ഒരു കാരണവശാലും പിന്തുടരാൻ പറ്റുന്നതല്ല എന്ന ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് താങ്കൾ പരാതിപ്പെടുകയായിരുന്നു അല്ലേ? ഇത് സാധാരണക്കാരെ വല്ലാതെ കൺഫ്യൂസ് ചെയ്യുകയും അവർ എടുത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് ഒരു പക്ഷെ നിർത്തലാക്കി ഇവരെ വലയിൽ പെട്ടുപോകുന്നുള്ള ഭയം, അങ്ങനെ 1-2 മരണം പോലും സംഭവിച്ചതായിട്ട് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇവരെ കൺട്രോൾ ചെയ്യണം, നമ്മളൊരു ഹെൽത്ത് ഫാബ്രിക്കിന് ഒരു ഭീഷണിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ പരാതികളെ കൊടുത്തിട്ടുള്ളത്.
പ്രത്യേകിച്ച് ഞാൻ പക്ഷെ മെഡിക്കൽ അപ്പോൾ ഈ പരാതി കൊടുക്കുമ്പോൾ താങ്കളെ തിരിച്ചാരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഇപ്പോ ആരോഗ്യവകുപ്പാണെങ്കിൽ അവരുടെ അധികൃതർ ആരെങ്കിലും എന്താണ് വിഷയം എന്നറിയാൻ താങ്കളെ നേരിട്ട് ബന്ധപ്പെടുകയോ എന്താണ് ഇതിൽ സംശയ ദൂരീകരണത്തിന് എന്തെങ്കിലും അവർ ശ്രമിച്ചിരുന്നോ? ഒന്നര വർഷത്തിനുള്ളിൽ എന്നെ ഒരാൾ പോലും ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ PMO ഓഫീസിൽ കൊടുത്തൊരു പരാതിയുണ്ട്, പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ കൊടുത്തൊരു പരാതിയുണ്ട്. ആ പരാതി അവർ DHSന് ഫോർവേഡ് ചെയ്തു. അങ്ങനെ DHSന് എനിക്കൊരു മെയിൽ കിട്ടുകയാണ് ചെയ്തത്. നിലവിലുള്ള ഇവരെ ആക്റ്റീവ്സ് നമ്മൾക്ക്, അതായത് ഈ വീട്ടിലെ പ്രസവം എന്നുള്ള കാര്യം നമുക്ക് നിയമപരമായിട്ട് നേരിടാൻ നിർവാഹമില്ല. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അതുപോലെ ജനറൽ അവയർനെസ് കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇതൊരു ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് റോളൊന്നും ഇല്ല എന്ന് പറഞ്ഞ രീതിയിൽ അവിടുത്തെ ഒരു മെയിൽ മാത്രമാണ് എനിക്ക് അയച്ചത്. അല്ല, എന്തുകൊണ്ടാണ് ഇത് ആരോഗ്യ വകുപ്പ് മന്ത്രിയൊക്കെ നേരിട്ട് താങ്കൾക്ക് അറിയിക്കാമായിരുന്നില്ല? നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു സംശയം കൂടിയുള്ളത്, ചട്ടിപ്പറമ്പിൽ അസ്മയുടെ മരണം ആ സമയത്തും ആ സമയത്തും താങ്കൾ ഈ വിഷയമൊക്കെ ശ്രദ്ധിച്ചിരുന്നിരിക്കണമല്ലോ. അത് ഏതാനും മാസം മുമ്പ് മാത്രമാണ്. ആ സമയത്ത് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഈവൻ ആരോഗ്യമന്ത്രിക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അതെ, അപ്പൊ ഇവർക്കെതിരെ ഈ പറയുന്ന കുഞ്ഞിന്റെ അമ്മ അല്ലെ ഹിറക്കെതിരെ ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഉണ്ട്. DHSന് പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഡിസ്ട്രിക്ട് പോലീസ് ചീഫിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും അവിടെ നിന്ന് പോലും ഒരു തരത്തിലും ഒരു കമ്മ്യൂണിക്കേഷൻ തിരിച്ചുണ്ടായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിട്ട്. ഫോർവേഡ് ടു സെക്ഷൻ ടു ഡീൽ വിത്ത് തിങ്സ് എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ഒരു മെയിൽ മാത്രമേ, ഓട്ടോമാറ്റിക് റീപ്ലൈ മാത്രമാണ് എനിക്ക് കിട്ടാറുള്ളത്. ശരി, പിന്നീട് അതിന്റെ പിറകെ താങ്കൾ പോയിട്ടില്ല? ഞാൻ പലപ്പോഴും റിമൈൻഡർ ആക്കാറുണ്ട്, പക്ഷേ ഇറ്റ് വാസ് നോട്ട് ടേക്കൻ ദാറ്റ് മച്ച് ഓഫ് സീരിയസ് ലെവൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ അത് വളരെ ഗൗരവത്തിലുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത് അങ്ങേയറ്റം ഗൗരവതരമാണ്. ഇതിൽ കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആണ് റിപ്പോർട്ടുകൾ, ശ്രീ ഹംസത്ത്. അതെ, ഞാൻ എന്റെ ഒരു തറോ എൻക്വയറിയിൽ എനിക്ക് കിട്ടിയത് പ്രകാരം അവർ കഴിഞ്ഞ ഒരു മാസമായി ഈ കുട്ടിക്ക് അവരെ നൈബേഴ്സിന്റെ അവരുടെ പേരൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ ദേ ആർ നോട്ട് റെഡി ടു കം ഇൻ ഫോർവേഡ്. അവർ പറഞ്ഞത് പ്രകാരം ആ കുട്ടി ഒരു മാസത്തോളമായി മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ഒരു മെഡിക്കൽ പേഴ്സണൽ ആ കുട്ടിയെ യാദൃച്ഛികമായി കണ്ടപ്പോൾ കുട്ടിക്ക് നല്ല മുഖത്തൊക്കെ ഭയങ്കരമായ മഞ്ഞൊക്കെ ഉണ്ടായതായിട്ട് അവർ പറഞ്ഞു. നാച്ചുറൽ ബ്ലീഡിങ്ങും അങ്ങനെയൊക്കെ ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായതായിട്ട് പറഞ്ഞു. അപ്പോഴും ഇവർ നിർബന്ധിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും അവർ കൂട്ടാക്കിയില്ല. ഇന്നലെ പോലും അവര് പോലീസിൽ കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, ഹിറാന്റെ ഫാദർ വിളിച്ച് കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഓൺ ഇൻവെസ്റ്റിഗേഷൻ അവർ മനസ്സിലായത് അവർ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, വീട്ടിൽ നിന്ന് മരിച്ചതിന് ശേഷം ഒരു ഡോക്ടറെ വിളിച്ചൊരു ഡെത്ത് കൺഫർമേഷൻ നടത്തുകയാണ് ചെയ്തത്. അതെ, അപ്പോൾ ഇതിന് ശേഷം, ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം താങ്കളെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടോ? ഇല്ലില്ല, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആരും ബന്ധപ്പെട്ടില്ല. കുറെ മീഡിയ പേഴ്സണൽസ് കുറെ ആളുകൾ വിളിച്ചിരുന്നു. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആരെയും ബന്ധപ്പെട്ടില്ല. പക്ഷെ ഞാൻ അതിന്റെ ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായി ബന്ധമുള്ള അവരൊരു ജൂനിയർ ഡോക്ടർക്ക് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവരെ ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറെ വിളിക്കാൻ വേണ്ടി നമ്പർ തന്നു. ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ടും അവർ ഫോൺ എടുത്തില്ല. ശരി, താങ്കൾ സാധിക്കുമെങ്കിൽ അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരുക. താങ്കൾ നേരിട്ട് വരണം, ലൈവായി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. പക്ഷേ താങ്കൾക്ക് അതിന് കഴിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ദയവേത് അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരുക. ഡോക്ടർ NM അരുൺ നമുക്കൊപ്പം തത്സമയമുണ്ട് ഈ ചർച്ചയിൽ. ഡോക്ടർ NM അരുൺ, നിർഭാഗ്യകരമല്ലേ ഇത്? വീണ്ടും നമ്മൾ ഇത്തരം കാര്യങ്ങൾ കേരളത്തിലിരുന്നു കൊണ്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ ഈ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത്, മരണകാരണം എന്താ എന്നൊക്കെയുള്ളതിൽ വ്യക്തത വരേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്താൻ പോകുന്നു. പക്ഷേ ഇപ്പോൾ ഇതിലൊന്നും പറയാൻ കഴിയുന്നില്ല എന്നത് അവിടെ നിന്ന് ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധർ പറയുന്നുണ്ടെങ്കിൽ പോലും താങ്കൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞിന്, പക്ഷെ ചികിത്സ നൽകുന്നില്ല. അത് മൂർച്ഛിച്ച് അതൊരു എക്സ്ട്രീം ലെവലിൽ എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? അത് മരണകാരണമാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ വീട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പാല് കുടിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് ഫിറ്റ്സ് വന്ന് മരിച്ചു എന്നതാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷേ അത് താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, ഡോക്ടർ NM അരുൺ? നിർഭാഗ്യകരം എന്നൊരു വാക്കല്ല അതിന് ഉപയോഗിക്കേണ്ടത്. കേട്ടോടത്തോളം ഇതൊരു കരുതിക്കൂട്ടിയ ഒരു കൊലപാതകമാണ്. അത് എനിക്ക് തോന്നുന്നു ഇതേ വ്യക്തി തന്നെ ഇതിനു മുൻപ് ഈ കുട്ടി ജനിച്ചപ്പോൾ ഒരു ചികിത്സയില്ലാതെ വീട്ടിൽ നിന്ന് സുഖപ്രസവം എന്നെല്ലാം പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വ്യക്തി തന്നെയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒന്ന് രണ്ട് വരി ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഡോക്ടർ. അത് ഞാൻ ഇതിന് ശേഷം ഞാൻ നോക്കി കണ്ടതാണ്. അതായത്, ഒരു കൈകടത്തലുമില്ലാതെ ശരീരത്തിന്റെ പ്രകൃതിപരമായ പ്രവർത്തനത്തിലൂടെ വീട്ടിൽ സമാധാനാന്തരീക്ഷത്തിലുള്ള പ്രസവം എന്ന വലിയൊരാഗ്രഹം സാധിച്ചു. പടച്ച റബ്ബിന് നന്ദി.
എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വിശദമായ കാര്യം, എങ്ങനെയാണ് പ്രസവിച്ചത് എന്നൊക്കെ ദീർഘമായി തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് അവർ ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിട്ടുള്ളത്. അതെ, അപ്പൊ ഇതൊരു നിർഭാഗ്യകരമല്ല, അത് കരുതിക്കൂട്ടിയ ഒരു കൊലപാതകം തന്നെയാണ്. അവർ ഒരു കുത്തിവെപ്പും വാക്സിനും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് ഒരു ചികിത്സയിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ ഇത് എന്താണ് അസുഖം എന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് അറിയില്ല. മഞ്ഞപ്പിത്തമാണെന്ന് പറയുന്നു, ഫിറ്റ്സ് ആണെന്ന് പറയുന്നു. എന്താണെങ്കിലും നമുക്ക് ഒരു വയസ്സ് അല്ലെങ്കിൽ ഒരു ശിശുവിനെ പല രീതിയിൽ നമുക്ക് രക്ഷിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാം, ഈ ശിശുക്കൾക്കെല്ലാം നമ്മൾ വെറുതെ എല്ലാ ആഴ്ചയും ഓരോ കുത്തിവെപ്പ് കൊടുക്കുന്നത് വെറുതെ അവരെ വേദനിപ്പിക്കാനല്ല, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കുത്തിവെപ്പുകളൊക്കെ കൊടുക്കുന്നത്. ആ ഒരു കുത്തിവെപ്പ് കൊടുക്കാതെ അസുഖം വന്നപ്പോൾ ചികിത്സിക്കാതെ ഈ കുട്ടിയെ കുരുതി കൊടുത്ത ബലി കൊടുത്ത ഈ മാതാപിതാക്കൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അവർക്ക് മാതൃകാപരമായ ശിക്ഷ സർക്കാർ വാങ്ങിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത്തരം നമുക്ക് ഇത്തരം അശാസ്ത്രീയമായ വളരെ പ്രാകൃതമായിട്ടുള്ള ഇത്തരം പരിപാടികൾ ഇനിയെങ്കിലും ഇവിടെ നടക്കാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് സർക്കാർ അതാണ് ചെയ്യേണ്ടത്. നമുക്ക് അത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും, അതിന് കൂടുതൽ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തേണ്ടി വരും. നമ്മൾ ഇപ്പോഴുള്ള നമ്മുടെ വിവരങ്ങൾ വെച്ചിട്ട് ഉള്ള എൻ്റെ ഒരു അഭിപ്രായമാണിത്. ഇത് ശരിക്കും ഒരു കൊലക്കുറ്റമായിട്ട് തന്നെ കണക്കാക്കിയിട്ട് അവരെ വേണ്ട രീതിയിലുള്ള ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ആണോ എന്ന് നമുക്കറിയില്ല. ഹെപ്പറ്റൈറ്റിസ് എ വരാം. ഹെപ്പറ്റൈറ്റിസ് എ ആണ് സാധാരണ ചെറിയ കുട്ടികൾ ചിലപ്പോൾ വന്നിട്ട് മരണത്തിലേക്ക് എത്താൻ സാധ്യത ഉള്ളത് ഒന്ന്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ഉണ്ടാക്കാവുന്ന വേറെ പല അസുഖങ്ങളും ഉണ്ട്. പല വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ മഞ്ഞപ്പിത്തം ഉണ്ടാക്കാം. ഇനി മഞ്ഞപ്പിത്തം തന്നെയാണോ, വേറെ വല്ല ഫിറ്റ്സ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു, വേറെ വല്ല എൻകഫലൈറ്റിസ് ആണോ, വേറെ എന്താണോ നമുക്ക് അറിയില്ല. എങ്കിലും കുത്തിവെപ്പോടുകൂടി തടയാവുന്ന അസുഖമായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ചികിത്സ ഉണ്ട്. എനിക്ക് തോന്നുന്ന ഒരു അസുഖം വന്നപ്പോൾ ആള് ചികിത്സിക്കാൻ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചികിത്സ കൊണ്ട് മാറ്റാവുന്നതാണ് ഒരുവിധം എല്ലാ അസുഖങ്ങളും. അതെ, അപ്പോൾ ഇതിൽ എനിക്കൊരു സംശയം, ഇപ്പൊ ഇവർ പറയുന്നത് പാല് കുടിക്കവേ ഫിറ്റ്സ് വന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു എന്നതാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഇതില് എനിക്ക് തോന്നുന്നത് മഞ്ഞപ്പിത്തത്തിന്റെ കഥ ഞാൻ കേട്ടല്ലോ, ആരോ പറഞ്ഞല്ലോ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അല്ലെ? മഞ്ഞപ്പിത്തം ഒരു പരിധിയിലധികം കൂടിയാൽ അത് ബ്രെയിനിനെ ബാധിച്ച് ഫിറ്റ്സ് വരാം, എൻകഫലൈറ്റിസ് വരാം. അപ്പോൾ ഹെപ്പാറ്റിക് എൻകഫലോപ്പതി എന്നുള്ള സ്ഥിതി വരുമ്പോൾ ഫിറ്റ്സ് വരാം. അപ്പോൾ അതായിരിക്കാം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഒരു ഫിറ്റ്സ് മാത്രം വന്നു കഴിഞ്ഞാൽ, സാധാരണ നമുക്കറിയാം കുട്ടികൾക്ക് പനി വരുമ്പോൾ ഫിറ്റ്സ് ഒക്കെ വരാറുണ്ടാകും, മരിക്കൊന്നുമില്ല ആരും. പനി വന്നിട്ട് ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ മരിക്കുമോ? സാധാരണ എല്ലാവരും മരിക്കാറൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫിറ്റ്സ് വന്നുകൊണ്ട് മരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തോ ഒരു മാരകമായ ഒരു അസുഖം ഉണ്ടായിരുന്നു, അത് ചികിത്സിച്ചില്ല. മറ്റൊന്ന് ഡോക്ടർ ഇപ്പൊ കേട്ടിട്ടുള്ളത്, കൊച്ചു കുട്ടികൾക്ക് ഫിറ്റ്സ് വന്നാലും അത് ചില സമയത്ത് അത് നമ്മൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒന്നല്ല. അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറി വരുന്ന അതുപോലും ഉള്ളതായിട്ട് അറിയില്ല. അതിനങ്ങനെ കേട്ടിട്ടുണ്ട്. താങ്കൾക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി തന്നെ പറയാൻ കഴിയുമല്ലോ. അത് തന്നെ, കുട്ടികളിൽ പനി വരുമ്പോൾ ഫിറ്റ്സ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ആദ്യത്തെ 2 വയസ്സ് വരെ പല കുട്ടികൾക്കും അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഒരു ഫിറ്റ്സ് വന്നുകൊണ്ട് ഫിറ്റ്സിന്റെ മരുന്ന് നമ്മൾ കൊടുക്കാറില്ല, പനി ചികിത്സിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഫിറ്റ്സ് അത്ര മാരകമായ സംഭവങ്ങളൊന്നും അല്ല, മരണകാരണവും അല്ല. അപ്പൊ അതുകൊണ്ടല്ല, വേറെ എന്തോ ഒരു കാര്യപ്പെട്ട അസുഖം, അത് അസുഖത്തിന് അവർ ചികിത്സ എടുത്തില്ല. ആ ചികിത്സയുടെ ആ അസുഖത്തിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ വന്നൊരു ഫിറ്റ്സ് ആയിരിക്കാം ഈ പറഞ്ഞ് ശരിയാണെങ്കിൽ. അത് ആ ചികിത്സ എടുക്കാത്തതുകൊണ്ട് അസുഖം മൂർധന്യാവസ്ഥയിൽ എത്തിയതുകൊണ്ടായിട്ടുള്ള ഫിറ്റ്സ് ആണ്, അല്ലാതെ സാധാരണമായി ഉണ്ടായിട്ടുള്ള ഫിറ്റ്സ് ആവണമെന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു വളരെ വിശദമായിട്ട് ആരോഗ്യവകുപ്പിന് അന്വേഷണങ്ങൾ നടത്തണം. പക്ഷെ ഇപ്പോഴുള്ള നമ്മുടെ ഈ വിവരങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാവുന്നത് ഇത് വളരെ മാരകമായ ഒരു അനാസ്ഥയാണ്. ഈ കുട്ടികളൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കണക്കാക്കണം. വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒരു കുട്ടിയെ അടിച്ചാൽ തന്നെ അത് മാതാപിതാക്കൾക്കെതിരെ കേസിന് പോകുന്ന രീതിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിലും. അപ്പൊ അതുകൊണ്ട് കുട്ടികളൊക്കെ സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ്, അല്ലാതെ മാതാപിതാക്കന്മാർക്ക് തോന്നിയ പോലെ എന്ത് വേണം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി അല്ല. അപ്പൊ അവർക്ക് അവരുടെ അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു സംഭവമല്ല കുട്ടികൾ സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. ശാസ്ത്രീയമായിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. അപ്പൊ ആ കുട്ടി എന്ത് പഠിച്ചു? 1 വയസ്സ് പോലും ആവാത്ത കുട്ടി ഈ മാതാപിതാക്കളുടെ കുട്ടിയായി ഒരു തെറ്റ് മാത്രമേ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇനിയൊരു സംഭവം ഇങ്ങനത്തെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ഇതിനൊരു അന്വേഷണവും ഇവർക്കെതിരെയുള്ള കുറ്റപത്രം ചാർത്തൽ, ഇവർക്കെതിരെ കുറ്റം പ്രൂവ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാവാതിരിക്കും.